ഗയ്സ് നമ്മൾ കുറെ കാലല്ലേ ഈ വീട്ടിൽ തന്നെ നിൽക്കണേ. നമുക്ക് ഈ വീടിന്ന് എങ്ങനെയൊക്കെ ഒന്ന് മാറ്റണം. അപ്പൊ അതിനെന്താ വഴി? നമുക്ക് ആദ്യം ഈ വീടൊന്ന് എന്തെങ്കിലും കാട്ടിയിട്ട് പൊളിച്ചിടാം. എന്നിട്ട് നമുക്ക് പുതിയൊരു വീട് ഇവിടെ പണി ചെയ്യാം. അതാ നല്ലത്. കണ്ട ഈ വീട്ടിൽ തന്നെ നിന്നൊന്നും ബോറായിക്കണം ഗയ്സ്. നമുക്ക് എന്തായാലും ഒന്ന് ചേഞ്ച് വേണ്ടേ? ഇപ്പോ വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. പിന്നെ ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ ഒരു പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓ വലിയൊരു പ്ലേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ വീട് പോരെ ഗയ്സ്. ഞാൻ കുറെ കാലയില്ലേ നമ്മൾ കുറെ കാലം ഈ വീട്ടിൽ തന്നെ നിൽക്കണം. അപ്പൊ എന്തായാലും ഒരു ബോർ പോലെയൊക്കെ തോന്നും. ഓ നമുക്ക് എന്തായാലും ഈ വീട് പൊളിക്കന്നെ വേണ്ടി വരും. എന്നിട്ട് പുതിയൊരു വീട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വെക്കാം. നമുക്ക് എന്തായാലും ആദ്യം ഇത് പൊളിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. അതിന് നമ്മൾ ഡിഫൻഡർ തന്നെ എടുക്കാം. ഡിഫൻഡർ കണ്ട കേസ്, ഡിഫൻഡർ ഒക്കെ നമുക്കൊരു വിഷയമുള്ള കേസല്ല. നമുക്ക് ആദ്യം വീടിന്റെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്ത് വാങ്ങിക്കാനും പോണേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിക്കി ബോംബും പിന്നെ RPG ഒക്കെ വാങ്ങിക്കണം. സംഭവം ഈ വീട് മൊത്തത്തിലാണ്ട് പൊളിച്ചിടണം ഗൈസ്. JCBയുടെ ചെലവില്ലാണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് പൊളിക്കാം. അപ്പൊ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇനി ഇവിടെ ഒരു വെപ്പൺ ഷോപ്പ് ഉണ്ട് ഗൈസ്, നമുക്ക് അവിടേക്ക് വിടാം. ഓ വണ്ടിയുടെ ഒരു ഡോറൊക്കെ പോയിട്ടുണ്ട്. തീരുമാനമായിട്ടുണ്ട്. ഡിഫൻഡർ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. നമ്മളെ വണ്ടിക്ക് ഭയങ്കര ക്വാളിറ്റിയാ. 4 ഡോറും പോയിട്ടുണ്ടാവുന്നുള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നം പറ്റില്ല. നമ്മളെ ഷോപ്പിങ്ങിന് നമ്മൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമുള്ളൂ. ഞാൻ വെറുതെ ഡിഫൻഡർ എടുത്തോണ്ട് പൊളിച്ച് എന്തായാലും പോട്ടെ, നമുക്ക് റെഡി ആക്കാം. ഇതെന്താ പറയുക, നമുക്ക് എന്തായാലും നേരെ പോയി കുറച്ച് വെപ്പൺസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. വെപ്പൺസ് അല്ല, സ്റ്റിക്കി ബോംബ് നമുക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ സ്റ്റിക്കി ബോംബും പിന്നെ ഒരു RPG കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റിക്കി ബോംബ്. അത്യാവശ്യം വലിപ്പമുണ്ട് ഗൈസ്. പിന്നെ ഇതിന്റെ ഓൾറെഡി ഗണ്ണാണ്. പിന്നെ ഇതൊരു മെഷീൻ ഗണ്ണാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ വെറുതെ വാങ്ങിച്ചു വെച്ചതാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ ഇതിൽ ആവശ്യം RPG ആണ്. ഈ RPG ആവശ്യം വരുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ വെറുതെ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫൻഡർ എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവാ. കണ്ട ഗൈസ്, ഡിഫൻഡറിന് 4 ഡോറ് പോയല്ലാണ്ട് നമ്മളെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അത് നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ കൊടുക്കാം. ഒന്നും വലിയ വിഷയമുള്ള കേസല്ല ഗൈസ്. നമുക്ക് തിരിച്ച് നേരെ വീട്ടിലോട്ട് തന്നെ പോവാ. അപ്പൊ വീഡിയോക്ക് ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചു വെച്ചിട്ടാ. നമുക്ക് നേരെ വീട്ടിൽ കണ്ട് വിട്ട ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടിക്ക് ഇത്ര പ്രശ്നം പറ്റിയെങ്കിലും ബാക്കിയത്തെ ഡോറും ആ സ്റ്റെപ്പിന് ഇതുവരെയായിട്ട് പോയിട്ടില്ല കേട്ടാ. നമുക്ക് വണ്ടി എന്തായാലും നേരെ വീടിന്റെ അകത്തോട്ട് കയറ്റിയേക്കാം. അകത്തോട്ടല്ലേ, ഇവിടെ കൊടുന്ന് നിർത്ത ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ വീടിന്റെ പുറത്തും എല്ലായിടത്തും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഗൈസ്. നമുക്ക് വീട് പൊട്ടിത്തെറിപ്പിക്കലാണ് ഇന്നത്തെ പരിപാടി. മതിലുമലൊക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ, എല്ലായിടത്തും ഇരിക്കട്ടെ. എന്നാ പിടിച്ചോ, വീടുന്നേ മൊത്തത്തിലാണ്ട് പൊളിച്ചിടും. അത്ര ഉള്ള ഗൈസ്. നമുക്ക് എന്നിട്ട് നേരെ വേറൊരു അടിപൊളി വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്ലേസിൽ വെക്കാം. ആ ഒരു ഉറപ്പിലാണ് ഗൈസ് ഞാൻ ഇത് പൊളിക്കുന്നത്. എന്നാൽ നോക്കിയൊക്കെ നമുക്ക് എന്തായാലും ഇത് മൊത്തം സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കട്ടെ. ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ സ്റ്റിക്കി ബോംബ് ഇട്ടിരിക്കട്ടെ. എല്ലാതാണ്ട് പൊട്ടിച്ചെതരട്ടെ എല്ലാം. പിന്നെ നമുക്ക് ഈ വീട് തന്നെ ഇനി വേണ്ട ഗൈസ്. അല്ല, വെള്ളത്തിൽ വേണല്ലേ, എന്താ പതി. നമുക്ക് എന്തായാലും നേരെ പുറത്ത് പോയിട്ടുണ്ടല്ലേ സ്റ്റിക്കി ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് നേരെ റോഡിന്റെ അടുക്ക് പോകാൻ വന്നിട്ട് നമുക്ക് സ്റ്റിക്കി ബോംബും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ഇവിടെ നിക്കടോ ഇവിടെ വലിയൊരു വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. ചങ്ങായി എന്ത് കാണിക്കണ്. തൃശ്ശൂർ വെടിക്കെട്ടിനായിട്ട് അപ്പുറമുള്ള സാധനമാണ് നമ്മളിവിടെ പൊട്ടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിക്കല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയണേ? നമ്മുടെ സ്റ്റിക്കി ബോംബ് നമുക്ക് ഫോണിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 ഗോ ഗൈസ്. നമ്മളെ വീട് നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് എത്തിട്ടാ. നീ എന്താ വിളിച്ചത്? നമുക്ക് വീട് പണിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആടാ, വീട് പണിയൊക്കെ വേണം. നമ്മുടെ ഈ ഒരു വീടുണ്ടല്ലോ, ആദ്യം നേരത്തെ വീട്, അത് ഞാനിപ്പോ ഈ അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പരിപാടി നീ കാണിച്ചത്? ആ വീട് എന്തിനാണ് ഇങ്ങനെ കാക്കിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് അവിടെ വേറൊരു വീട് പണിയണം. നിന്നെക്കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ ചോദിച്ചാല് ആ ഒരു പ്ലേസിൽ നമുക്ക് വേണ്ട. ആ പ്ലേസിൽ ഇതേപോലത്തെ വീടല്ലാണ്ട് നമുക്ക് വേറെ മോഡൽ വീടൊന്നും വെക്കാൻ പറ്റൂല. എന്റെ അറിവിൽ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട്. നീ എന്തായാലും വായന്റെ കൂടെ. ഓക്കെ, എന്നാ നീ വായ. നമുക്ക് ഈ വണ്ടിയിലാണ്ട് പോവാ. താര വണ്ടിയാണെന്നൊന്നും എനിക്കറിയൂല. നമുക്ക് എന്തായാലും എടുത്തിട്ടുണ്ട് പോടാ, കേറാ. ഇല്ലടാ, ഞാൻ വണ്ടിയിൽ വന്നിക്കണം. നീ എന്തായാലും അവിടേക്ക് വിടും. ഞാൻ നിനക്ക് എന്തായാലും ലൊക്കേഷൻ വിട്ടുതരാം. നീ എന്തായാലും അവിടേക്ക് വിട്ടുകൂടി, ഞാൻ വരാം ബാക്കിൽ. എന്നാ നീ വായോ ഗൈസ്. അപ്പൊ നമ്മള് ചെക്കൻ ലൊക്കേഷൻ വിട്ടുന്ന എവിടെ വെച്ചാൽ ഈ ഒരു വില്ലേജിന്റെ അടുത്താണ്. നമുക്ക് ഇവിടുന്ന് വീടും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ അടിപൊളി വീടാന്നൊക്കെ ചെക്കൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടേക്ക് പോയേക്കാം. ഇതാടെ നമ്മള് വീട്. ഫ്രണ്ടില് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണോ? എടാ, അതന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ്. നമ്മളെ വീടിനായിട്ട് ഇത്തിരി മോഡേൺ സെറ്റപ്പ് ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഉള്ളിലോട്ടൊന്ന് കയറി വീടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ വണ്ടി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തായാലും ഇന്റെ വണ്ടി അല്ലല്ലോ. എന്തായാലും ഇരിക്കട്ടെ ഗൈസ്. ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലേ. കണ്ട, മഹീന്ദ്രയുടെ സ്കോർപ്പിയോടെ പുതിയതാ തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. നിങ്ങൾ ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക്. അപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ചെക്കൻ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാലോ. ആടാ, അതിനെന്താ, നീ പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. ഞാൻ നിന്റെ പിന്നാലെ വരാം. ഇത്ര പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താ? ആടാ, അതൊക്കെ എന്ത്, നീ എന്തായാലും വീട് പോയി നോക്ക്. ഞാൻ എന്തായാലും നോക്കാം. നീയും വായന്റെ കൂടെ. ഞാൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കേസ് വലിയൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതെന്താ ഇത്ര ആയോ? അത് പിന്നെ എന്നോട് വെച്ചിട്ട് കാര്യമില്ലടാ.
എന്നാലും ഞാനോട് ഇരിക്കണ്ട്. ഞാനിപ്പോ ഇത് എന്ത് ഇത്ര ആഴാക്കിട്ട് ഞാൻ എന്ത് കേട്ടാനാ? എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും ഇവിടെ വലിയൊരു കാർ പോച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നോക്കാം. ഉള്ളിൽ ഈ സീനാണല്ലോ. നമുക്ക് താമസിക്കാനല്ലേ കഴിച്ചു, നമുക്ക് ഇത്ര സെറ്റപ്പ് ഒക്കെ മതി. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് കയറി മേലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി വെക്കാം. എടാ നീ ഇല്ലേ? ഇല്ലടാ, നീ പോയി നോക്കിട്ട് വാ, ഞാൻ അടിയിൽ നിക്കാം. നീ അവിടെ നിൽക്കണേ, എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഓ മോനെ, അവിടെ വലിയൊരു പി സി കാണലൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവും കേസ്, നമ്മൾ എടുക്കണ എല്ലാ വീട്ടിലും പി സി എന്തൊക്കെ മസ്റ്റ് ആണ് കേസ്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് പോയി നോക്കി വെക്കാം. ഇവിടെ വലിയൊരു റൂം ഒഴിഞ്ഞു കിടക്കടാ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ജിമ്മ് സെറ്റപ്പ് ഒക്കെ ആക്കാറുണ്ടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൂം എടുക്കാം. നമുക്ക് എന്തായാലും അടിയിലോട്ട് പോവാം. അവൻ എന്ത് ചെയ്യണാവോ? ഇവിടെ നിൽക്കണ്ടായിരുന്നല്ലേ, എന്തായാലും അടിയിൽ നിൽക്കണ്ടാവും. എടാ നീ എവിടുന്നാടാ? ഞാൻ അവിടെ തന്നെ നിൽക്കണ്ടായിരുന്നടാ. നീ എന്നാലും വായി. നമുക്ക് എന്തായാലും ഈ വീടിന്റെ ബാക്ക് വശം കൂടി ഒന്ന് നോക്കി നോക്കട്ടെ. ചെറിയൊരു വീടാണ് കേസ്, ചെറിയൊരു വീടാണ്. പുറത്തുനിന്നാകുമ്പോ കിടിലം പോലത്തെ സെറ്റപ്പാണ്. പുല്ലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ വീട് കൺഫേം ആക്കാടാ. ഞാൻ എന്തായാലും നിന്റെ GPayയിലോട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. എടാ, നീ എന്തായാലും ക്യാഷ് ഇട്ടായോ? ഞാൻ എന്തായാലും പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മളെ ചെക്കനെ കാലിലൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മള് വീടും വാങ്ങിച്ചിട്ടുണ്ട്. ഈ വീട് എത്ര, നിങ്ങൾ ഈ വീടിന് എത്ര റേറ്റിംഗ് കൊടുക്കും ഗൈസ്? ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക്. 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും അതൊന്ന് കമന്റ് ഇട്ടേക്ക്. നമുക്ക് പുതിയ കാറും കാലിലൊക്കെ അടുത്ത എപ്പിസോഡിൽ വാങ്ങിക്കണം. അപ്പോൾ ഇപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാട്ടെ. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങളെ കൊണ്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.